നമസ്കാരം. അപ്പോൾ ഈ ആഴ്ചയിലെ നിഫ്റ്റിയുടെ ട്രെൻഡ് അങ്ങോട്ടാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ലാസ്റ്റ് വീക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 5 വീക്സ്, അതായത് 5 കണ്ടിന്യൂസ് വീക്കായിട്ട് നിഫ്റ്റി താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത് 24,565 ഫ്രം ദി ടോപ്പ് അറൗണ്ട് 24,600 നിന്നും മാർക്കറ്റ് സ്ട്രൈറ്റ് ആയിട്ട് നല്ലൊരു വീഴ്ച വന്നിരിക്കുക. അപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞാൽ, നമ്മൾ വീക്കലി ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള 5 റെഡ് ക്യാൻഡിൽസ് വന്നിരിക്കുകയാണ്. ആൻഡ് ഈ വരുന്ന ഒരാഴ്ച മാർക്കറ്റ് ഒന്നുകൂടെ ജസ്റ്റ് ഡിപ്പ് വന്ന ശേഷം can consolidate for some time. അവിടുന്ന് കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അപ്സൈഡ് മേലോട്ട് പോയി കഴിഞ്ഞിട്ട് ഈ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് എന്തായാലും പഠിക്കേണ്ട കാര്യമില്ല. ബട്ട് ഒരു ഷോർട്ട് ടൈം നെഗറ്റിവിറ്റി എന്തായാലും നമ്മുടെ ചാർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഡെയിലി ക്യാൻഡിൽസിലും നമുക്ക് ഇവിടെ ഷോൾഡേഴ്സ് ഉണ്ട് ആൻഡ് വൺ മോർ ഷോൾഡർ, അതായത് ഒരു കൺസോൾട്ടേഷൻ ഇവിടെ ഉണ്ടാവുമോ എന്നുള്ളത് നോക്കി കണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ നടന്നു കഴിഞ്ഞിട്ട് മാർക്കറ്റ് മോസ്റ്റ്ലി ഈ ഒരു ഏരിയയിലോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്, 24,000. ഇപ്പോൾ നെക്സ്റ്റ് ഒരു നല്ലൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് 24,200 റീജിയനിൽ, പിന്നെ 24,001. ഓക്കെ, അപ്പം എങ്ങനെ ഉണ്ടാവും നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെയിലി ചാർട്ട് എടുക്കുകയാണെങ്കിൽ വൺ ഡേ നമുക്ക് 5 മിനിറ്റ്സ് നോക്കാം, 15 മിനിറ്റ്സ് നോക്കാം. മിനിറ്റ്സിൽ മാർക്കറ്റ് നല്ലൊരു ഫോൾ തന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റിട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അടുത്ത ഫോൾ തന്നിരിക്കുകയാണിപ്പോൾ. ഓക്കെ, സോ നമ്മൾ ഓവറോളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു സൈഡ് വേസ് മാർക്കറ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഈ 2 days ഓർ അറൗണ്ട് 24,650 to 950, ഓൾമോസ്റ്റ് ഒരു 300 പോയിൻറ്റ്സിൻ്റെ. ഓക്കെ, ഇവിടെ നിന്ന് ഇനി ഫർദർ ഇത് താഴോട്ട് വരുവാണെങ്കിൽ വീണ്ടും ഒരു 300 പോയിൻറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 300 points down. സോ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് എന്നുള്ളതാണ് ഒരു സംശയം. കാരണം ഈ ഏരിയ നമ്മൾ ഓൾറെഡി ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞു. അപ്പോൾ നാളെ മോസ്റ്റ്ലി ഗ്യാപ്പ് ഡൗൺ ആയിരിക്കും. ഗ്യാപ്പ് ഡൗൺ മേ ബി ഒരു 150-200 പോയിൻറ്റ്സ് ഗ്യാപ്പ് ഡൗൺ ആയിരിക്കും. മേ ബി ഒരു ഇനീഷ്യൽ ജസ്റ്റ് ഇവിടം വരെ വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഫർദർ താഴോട്ട് പോവുക, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ ഓൾറെഡി 200 പോയിൻറ്റ്സ് വീണ്ടുകൊണ്ടൊരു കൺസോൾട്ടേഷൻ ആയിരിക്കും. സോ അത് കണ്ട് നോക്കണം. ബാക്കി നമുക്ക് നാളത്തെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ താങ്ക് യു ഗൈസ്.